ഹലോ ഗായ്സ്, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കുറുമ അല്ലെങ്കിൽ ചിക്കൻ മസാല എന്നൊക്കെ പറയാം. അതിനുവേണ്ടി 3/4 കിലോ കോഴിയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുറുമക്ക് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ മസാലയാണ്. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് ഇത്തിരി തേങ്ങ കൊത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാൻ പാടുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ചെറിയ പീസ് പട്ടയും ഒരു 3 ഏലക്കയും 4 ഗ്രാമ്പും ഇത്തിരി കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറി നമുക്ക് എത്ര എരിവാണോ അതിനനുസരിച്ച് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകേണ്ട നോക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ട് ഇളക്കി കൊടുത്താൽ നമ്മൾ മസാല റെഡി. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ചട്ടി വെച്ച് ഇത്തിരി ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മളൊരു 3 ഏലക്ക 4 ഗ്രാമ്പ് ചേർത്ത് അതിൽ സവാള ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം. ഈ സമയം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സവാള അത്യാവശ്യം വേണ്ടി വന്നിട്ടുണ്ട്. 4 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അടി പിടിക്കാണ്ട് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് നേരത്തെ മാറ്റി വെച്ച മസാല ചൂടാറിയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയും വഴറ്റി വെച്ചതിലോട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ പൊടിക്കാൻ വെച്ച നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാലയും കൂടി ചേർത്ത് നമുക്ക് വെള്ളം ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് ചിക്കൻ മേലൊക്കെ ഒന്ന് പുരണ്ടതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികമാവാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കറി ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ കറിയിൽ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം എപ്പോഴും എല്ലാവരും പരമാവധി ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ കറിയൊക്കെ തിളച്ച് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ചിക്കൻ കുറുമയിലേക്ക് ഞാനിന്ന് സെറ്റാക്കിയിട്ടുള്ളത് നെയ്ച്ചോറാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചങ്കോളെ? നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യണേ.